ADGP MR അജിത് കുമാറിനെതിരെ മുഖ്യമന്ത്രി നിർദ്ദേശിച്ച അന്വേഷണ കാലാവധി നാളെ അവസാനിക്കും. PV അൻവർ ഉന്നയിച്ച ആരോപണങ്ങളിൽ 1 മാസത്തിനകം അന്വേഷിച്ച് റിപ്പോർട്ട് സമർപ്പിക്കാനാണ് മുഖ്യമന്ത്രി DGPക്ക് നിർദ്ദേശം നൽകിയത്. ADGPക്കെതിരെ നടപടി ശുപാർശ ചെയ്യുന്ന അന്വേഷണ റിപ്പോർട്ടാകും DGP നൽകുക എന്നതാണ് വിവരം. 4-ാം തീയതി ആരംഭിക്കുന്ന നിയമസഭാ സമ്മേളനത്തിന് മുന്നോടിയായി ADGPക്കെതിരെ നടപടി സ്വീകരിച്ച് മുഖം രക്ഷിക്കാനാണ് സർക്കാരിന്റെ നീക്കം. അതേസമയം തൃശൂർ പൂര വിവാദത്തിൽ ആഭ്യന്തര സെക്രട്ടറി ശുപാർശ ചെയ്ത തുടരന്വേഷണത്തിലും ഉടൻ സർക്കാർ തീരുമാനമെടുക്കും. TV പ്രസാദ് നൽകും വിശദാംശങ്ങൾ. പ്രസാദ്, ഗുഡ് മോർണിംഗ്. ഏതായാലും ഈ ADGP MR അജിത് കുമാറിനെതിരെ DGP നിർദ്ദേശിച്ച റിപ്പോർട്ട് സമർപ്പിക്കാനുള്ള കാലാവധി ഏതായാലും നാളെ അവസാനിക്കുമ്പോൾ ഇന്നോ നാളെയോ എപ്പോഴായിരിക്കും ഈ ഒരു റിപ്പോർട്ട് സമർപ്പിക്കുക? ഒപ്പം തന്നെ സർക്കാർ ഇക്കാര്യത്തിൽ എടുക്കുന്ന ഒരു നടപടി അത് കഴിഞ്ഞ് കുറേ ദിവസങ്ങളായി നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഏതു രീതിയിലായിരിക്കും സർക്കാർ മുഖം രക്ഷിക്കാനുള്ള ഒരു നീക്കം നടത്തുക, പ്രസാദ്? നേരത്തെ തീരുമാനിച്ച അന്വേഷണത്തിൻ്റെ കാലാവധി, അതായത് 1 മാസം നാളെ പൂർത്തിയാകുന്നത് കൊണ്ട് തന്നെ അവസാനത്തെ വർക്കിംഗ് ഡേ എന്ന നിലയിൽ ഇന്നലെ വൈകിട്ടിന് മുമ്പ് റിപ്പോർട്ട് സമർപ്പിക്കും എന്നാണ് എല്ലാവരും പ്രതീക്ഷിച്ചിരുന്നത്. പക്ഷേ ഇന്നലെ വൈകിട്ടോടുകൂടി ഈ റിപ്പോർട്ട് സമർപ്പിച്ചതായി എന്തായാലും വിവരമില്ല. ഇനിയിപ്പോൾ കൂടുതൽ അന്വേഷണം നമുക്ക് നടത്തേണ്ടതുണ്ട്. റിപ്പോർട്ട് സമർപ്പിച്ചിട്ടുണ്ടോ എന്നത് സംബന്ധിച്ച് എന്തായാലും ഇന്നലെ വരെ കൊടുത്തിട്ടില്ല എന്നുള്ളതാണ് മനസ്സിലാക്കുന്നതും. ഇതിലൊരു പ്രധാനപ്പെട്ട കാര്യമുള്ളത്, നേരത്തെ സൂചിപ്പിച്ചതുപോലെ നാളെയാണ് 1 മാസം പൂർത്തിയാകുന്നത്. അന്വേഷിച്ച് 1 മാസത്തിനകം റിപ്പോർട്ട് സമർപ്പിക്കാനായിരുന്നു മുഖ്യമന്ത്രി കൊടുത്ത നിർദ്ദേശം. അതിൻ്റെ ഭാഗമായിട്ടായിരുന്നു DGPയുടെ നേതൃത്വത്തിലുള്ള ഒരു അന്വേഷണ സംഘം രൂപീകരിക്കുകയും ചെയ്ത് സ്വാഭാവികമായി നാളെയെങ്കിലും റിപ്പോർട്ട് കൊടുക്കാനുള്ള സാധ്യതയാണ് കാണുന്നത്. ഇന്നലെ കൊടുക്കുമെന്ന് പ്രതീക്ഷിച്ചിരുന്നു. കാരണം 4-ാം തീയതി മറ്റന്നാൾ നിയമസഭാ സമ്മേളനം തുടങ്ങുകയാണ്. നിയമസഭാ സമ്മേളനം തുടങ്ങുമ്പോൾ ഈ റിപ്പോർട്ട് വന്നില്ല എങ്കിൽ, ഒരുപക്ഷെ ADGPക്കെതിരെ നടപടിയെടുത്തില്ല എങ്കിൽ, അതായത് ക്രമസമാധാന ചുമതലയിൽ നിന്ന് മാറ്റിയില്ല എങ്കിൽ CPI വലിയ പ്രതിഷേധത്തിലേക്ക് അകത്തും ഒരുപക്ഷെ പുറത്തേക്കും വരാനുള്ള സാധ്യത CPM മുന്നിൽ കാണുന്നുണ്ട്, സർക്കാർ മുന്നിൽ കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ADGPക്കെതിരായ നടപടിക്ക് ശുപാർശ ചെയ്തുകൊണ്ടുള്ള റിപ്പോർട്ടായിരിക്കും DGP സമർപ്പിക്കുക എന്നുള്ളത് തന്നെയാണ് സർക്കാരും അതുപോലെ തന്നെ പാർട്ടിയും ഒപ്പം CPIയും കാണുന്നത്. പക്ഷേ അതിനിടയിലാണ് ഒരു വലിയ ട്വിസ്റ്റ് ഉണ്ടായത്. ഈ 1 മാസത്തിനിടയിൽ തന്നെയാണ് മുഖ്യമന്ത്രി പൂർണ്ണമായും അൻവറിനെ തള്ളിക്കൊണ്ടുള്ളൊരു വാർത്താ സമ്മേളനം നടത്തി. അതായത് സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട് അൻവർ ഉയർത്തിയ വാദങ്ങളെല്ലാം കളവാണെന്നും ഇത്തരക്കാർ ആർക്ക് വേണ്ടിയാണ് സംസാരിക്കുന്നത് എന്ന് വ്യക്തമാണെന്നും പരസ്യമായി അൻവറിനെതിരെ മുഖ്യമന്ത്രി പറയുന്ന ഒരു സ്ഥിതി ഉണ്ടായി. അതുകൊണ്ട് തന്നെ അവിടുന്ന് അങ്ങോട്ടേക്ക് അന്വേഷിക്കുന്ന ഈ ഉദ്യോഗസ്ഥർ, DGP ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥർക്ക് എങ്ങനെ ഇതുമായി ബന്ധപ്പെട്ട് എതിരായൊരു റിപ്പോർട്ട് കൊടുക്കാൻ കഴിയും എന്ന ചോദ്യം പ്രധാനമായും ഉയരുന്നുമുണ്ട്. പക്ഷേ എന്തു തന്നെയായാലും ഇതിൽ CPIയുടെ സ്റ്റാൻഡ് വളരെ വ്യക്തമാണ്. CPI അന്നും ഇന്നും ഉറച്ചു പറയുന്നു ADGPയെ ക്രമസമാധാന ചുമതലയിൽ നിന്ന് മാറ്റണം. അതിലേറ്റവും പ്രധാനം തൃശ്ശൂർ പൂരം കലക്കിയതുമായി ബന്ധപ്പെട്ട വിഷയമാണ്. അതിൽ CPIക്ക് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയമായി നിൽക്കുന്നത്. അവിടെ സുനിൽകുമാറും അവിടെ നിന്നുള്ള റവന്യൂ മന്ത്രി K രാജനും ഉൾപ്പെടെയുള്ളവർ, പ്രകാശ് ബാബു അടക്കമുള്ളവർ, ബിനോയ് വിശ്വം CPI സംസ്ഥാന സെക്രട്ടറി അടക്കമുള്ളവരെല്ലാം ഇതിനകം തന്നെ പരസ്യമായി അഭിപ്രായം പറയുകയും ചെയ്തു. തൃശ്ശൂരിൽ കാര്യമായി എന്തോ സംഭവിച്ചിട്ടുണ്ട്. അതിന് നേതൃത്വം നൽകിയത് ADGP MR അജിത് കുമാറാണെന്ന് CPI വിശ്വസിക്കുകയും ചെയ്യുന്നു. സ്വാഭാവികമായി MR അജിത് കുമാറിനെ ADGP സ്ഥാനത്ത് നിന്ന് ക്രമസമാധാന ചുമതലയിൽ നിന്ന് മാറ്റണം എന്ന CPIയുടെ ആവശ്യം ശക്തമായി വരുന്ന ഈ ഘട്ടത്തിലാണ് റിപ്പോർട്ട് വരുന്നത്. സ്വാഭാവികമായി ഈ റിപ്പോർട്ട് പരിഗണിച്ചതിന് ശേഷം നടപടി ഉണ്ടാകുമെന്ന് ഇന്നലെ CM പറയുകയും ചെയ്തു. ഒരുപക്ഷേ ഇനിയിപ്പോൾ ADGPക്കെതിരായ നടപടിക്ക് ശുപാർശ ചെയ്യാതെയുള്ള റിപ്പോർട്ടാണെങ്കിൽ അത് മറ്റ് പ്രതിസന്ധിയിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെയെങ്കിൽ മുഖ്യമന്ത്രി അതിൽ എന്ത് നിലപാടെടുക്കും എന്നുള്ളതാണ് ഉയരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. ഇതിൽ ADGPക്കെതിരെ അതിരൂക്ഷമായ വിമർശനങ്ങളാണ് നേരത്തെ PV അൻവർ ഉന്നയിച്ചത്. PV അൻവർ ഉന്നയിച്ച ആരോപണങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ADGPക്കെതിരെ അന്വേഷണം തുടങ്ങുകയും ചെയ്തത്. അതിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് എത്തുമ്പോഴാണ് മുഖ്യമന്ത്രി തന്നെ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ, പരസ്യമായി അൻവറിനെതിരെ ഒരു നിലപാട് സ്വീകരിച്ച് വാർത്താ സമ്മേളനത്തിൽ രംഗത്ത് വരുന്നതും പിന്നീട് മുഖ്യമന്ത്രിയെ ഉൾപ്പെടെ തള്ളിക്കൊണ്ടുള്ള ഒരു വാർത്താ സമ്മേളനം അൻവറിൻ്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നതും. അപ്പോഴേക്കും അൻവറോടുള്ള എല്ലാ കമ്മിറ്റ്മെൻറ്റും നഷ്ടപ്പെടുകയാണ്. പിന്നീട് അൻവർ പറയുന്നത് എന്തിന് കേൾക്കണമെന്നും അൻവർ പറയുന്ന സ്വർണ്ണക്കടത്തിടപാടുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ അത് പൂർണ്ണമായി തെറ്റാണെന്നും മുഖ്യമന്ത്രി സ്ഥാപിക്കുകയാണ് യഥാർത്ഥ
യഥാർത്ഥത്തിൽ ആ വാർത്താ സമ്മേളനത്തിൽ. മാത്രമല്ല പി ശശി എന്ത് തെറ്റാണ് ചെയ്തതെന്ന് വൈകാരികമായി ചോദിക്കുന്ന രീതിയിലേക്ക് മുഖ്യമന്ത്രി മാറുകയും ചെയ്തു. ഇങ്ങനെ സംസ്ഥാനത്തെ മുഖ്യമന്ത്രി ഒരു നിലപാടെടുത്ത സമയത്ത് DGP കൊടുക്കുന്ന റിപ്പോർട്ട് എങ്ങനെയായിരിക്കും എന്ന് ഏതാണ്ട് ഊഹിക്കാൻ കഴിയാവുന്നതേ ഉള്ളൂ എന്നുള്ളതാണ് പോലീസ് ഉന്നതരിൽ നിന്ന് അറിയാൻ കഴിയുന്ന വിവരം. എന്തായാലും ഈ റിപ്പോർട്ട് നിർണായകമാണ്. കാരണം ഒരു മാസം ത്തിലും ഉടൻ ഒരു തീരുമാനം ഉണ്ടായേക്കുമല്ലേ? അങ്ങനെ തീരുമാനം ഇല്ലാതിരിക്കാൻ പറ്റില്ല ശ്രുതി. കാരണം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ CPI ആണ് അതിൽ ഏറ്റവും ശക്തമായ സമ്മർദ്ദം സർക്കാരിന് മേൽ ചെലുത്തുന്നത്. അതായത് തൃശ്ശൂർ പൂരം കലക്കുന്നതിന് വേണ്ടിയുള്ള ഒരു ഗൂഢാലോചന ഉണ്ടായി എന്നു തന്നെയാണ് സർക്കാർ വിശ്വസിക്കുന്നത്. അതിൻ്റെ ഭാഗമായി നേരത്തെ തന്നെ ആഭ്യന്തര സെക്രട്ടറിയുടെ മുന്നിൽ തുടരന്വേഷണത്തിന് ശുപാർശ ചെയ്തുകൊണ്ടുള്ള ഒരു റിപ്പോർട്ടാണുള്ളത്. ആ റിപ്പോർട്ട് കിട്ടിയിട്ട് ഒരാഴ്ച പൂർത്തിയാകുമ്പോഴും അതിൽ തുടരന്വേഷണത്തിന് ഉത്തരവിടുന്നില്ല എന്നുള്ളത് അത് സംശയാസ്പദം തന്നെയാണ്. അതിൽ ഒക്ടോബർ 4 മുമ്പ് തീരുമാനമില്ലെങ്കിൽ സ്വാഭാവികമായും അത് നിയമസഭാ സമ്മേളനം ഇളകി മറിയുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ മാറും എന്ന കാര്യം വ്യക്തമാണ്. അത് ADGP വിഷയത്തിലായാലും ശരി, തൃശ്ശൂർ പൂരം വിവാദത്തിലെ തുടരന്വേഷണത്തിലുള്ള തീരുമാനത്തിൻ്റെ ഭാഗമായാലും ശരി, ഇതെല്ലാം നിയമസഭയിൽ വരും എന്ന കാര്യം ഉറപ്പാണ്. അത് വലിയ പ്രതിഷേധങ്ങൾക്ക് വഴിവെക്കുമെന്ന കാര്യം ഉറപ്പാണ്. അതുകൊണ്ട് തന്നെ തൃശ്ശൂർ പൂരം കലക്കിയതുമായി ബന്ധപ്പെട്ട് ഒരു തുടരന്വേഷണം നടത്താതെ സർക്കാരിന് മുന്നോട്ട് പോകാൻ കഴിയില്ല എന്നുള്ളതാണ് ഇതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിലും പ്രധാനപ്പെട്ട കാര്യമുള്ളത് ഈ ആഭ്യന്തര സെക്രട്ടറി തുടരന്വേഷണത്തിനുള്ള നിർദ്ദേശം സമർപ്പിച്ചിരിക്കുന്ന സാഹചര്യത്തിൽ ആ ഫയലിൽ ഇനി ഒപ്പുവെക്കേണ്ടത് മുഖ്യമന്ത്രിയാണ്. അങ്ങനെ തുടരന്വേഷണം നടത്തുമ്പോൾ അതിലെ ഗൂഢാലോചന അന്വേഷിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. MR അജിത് കുമാറിന് അതിൽ പങ്കുണ്ടെങ്കിൽ അതെന്ത് എന്ന് അന്വേഷിക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഏറ്റവും നിർണായകമായ അന്വേഷണം തന്നെയാണ്. അങ്ങനെയെങ്കിൽ ആ തുടരന്വേഷണം ആരാണ് നടത്തുക എന്നുള്ളതും ഏറെ പ്രധാനപ്പെട്ടതാണ്. ഒരു ജൂനിയറായിട്ടുള്ള താരതമ്യേന ജൂനിയറായിട്ടുള്ള IPS ഉദ്യോഗസ്ഥന് ഒരു സിറ്റി പോലീസ് കമ്മീഷണർക്ക് എങ്ങനെ അത്ര പ്രധാനപ്പെട്ട പൂരത്തിൻ്റെ ചടങ്ങുകൾ അലങ്കോലപ്പെടുത്താൻ കഴിയുന്നു എന്നുള്ളതാണ് അതിൻ്റെ സംശയമുയരുന്നത്. സ്വാഭാവികമായും അന്നത്തെ സിറ്റി പോലീസ് കമ്മീഷണർ ADGP ഉൾപ്പെടെയുള്ളവരുമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടുണ്ടാകാം എന്ന നിഗമനത്തിൽ തന്നെയാണ് CPI ഉൾപ്പെടെയുള്ള പാർട്ടികളുള്ളത്. അതുകൊണ്ട് തന്നെയാണ് CPI അതിനെ വൈകാരികമായി കാണുന്നത്. മാത്രമല്ല ADGP RSS നേതാക്കളെ കണ്ടിരുന്നു എന്നുള്ളത് മുഖ്യമന്ത്രി സ്ഥിരീകരിക്കുന്നുണ്ട്, മറ്റ് മന്ത്രിമാർ സ്ഥിരീകരിക്കുന്നുണ്ട്. പക്ഷേ അതൊന്നും സർക്കാരിനോ മുഖ്യമന്ത്രിക്കോ വേണ്ടിയായിരുന്നില്ല എന്ന് മാത്രമായിരുന്നു ഇന്നലെ വരെയുള്ള മറുപടിയെങ്കിൽ ഇന്നലെ വൈകിട്ട് കൂടി നേരെ കാര്യം തിരിയുകയാണ്. അതായത് CPIM സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗവും മന്ത്രിയുമായ സജി ചെറിയാൻ പറയുന്നു, RSS നേതാക്കളെ കണ്ടാൽ എന്താണ് തെറ്റ്, അദ്ദേഹത്തിന് വ്യക്തിപരമായി കണ്ടാൽ എന്താണ് പ്രശ്നം എന്ന് പറയുന്നത് CPIMന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗമാണ്. തീർച്ചയായും ഇത് CPIയെ സംബന്ധിച്ചിടത്തോളം ചൊടിപ്പിക്കുമെന്ന കാര്യം വ്യക്തമാണ്. ശ്രുതി, വ്യക്തമാണ്. ADGP MR അജിത് കുമാറിനെതിരെ മുഖ്യമന്ത്രി നിർദ്ദേശിച്ച അന്വേഷണ കാലാവധി നാളെ അവസാനിക്കുകയാണ്. PV അൻവർ ഉന്നയിച്ച ആരോപണങ്ങളിൽ 1 മാസത്തിനകം അന്വേഷിച്ച് റിപ്പോർട്ട് സമർപ്പിക്കാനാണ് മുഖ്യമന്ത്രി DGPക്ക് നിർദ്ദേശം നൽകിയിട്ടുള്ളത്. ADGPക്കെതിരെ നടപടി ശുപാർശ ചെയ്യുന്ന അന്വേഷണ റിപ്പോർട്ടും DGP നൽകുക എന്നതാണ് വിവരം. TV പ്രസാദാണ് വിശദാംശങ്ങൾ നൽകിയത്. തിരിച്ചെത്താം ഇടവേളയ്ക്ക് ശേഷം.